കൃഷ്ണ. നമ്മൾ ഭഗവാന്റെ ഒരു ലീല എന്നോണം 31-ാമത്തെ ദശകവും ഒന്ന് അർത്ഥവിചാരം ചെയ്ത് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നതിനുള്ള സമയമാണ്. ഇനി അത് സമ്പൂർണ്ണ പാരായണം ചെയ്ത് നമുക്ക് പാരായണം ചെയ്ത് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാമെന്ന് കരുതുന്നു. ദശകം 31 ബലി വിധ്വംസനം. പ്രീത്യാ ദൈത്യസ്തവ തനുമഹ പ്രേക്ഷണാൽ സർവഥാപി ത്വാമാരാധ്യന്നജിതരജയന്നഞ്ജലിം സഞ്ജഗാത. മത്തഃ കിം തേ സമഭിലഷിതം വിപ്രസൂനോ വദ ത്വം വിത്തം ഭക്തം ഭവനമവനിം വാപി സർവം പ്രദാസ്യേ. താമക്ഷീണാം ബലിഗിരമുപാകർണ്യ കാരുണ്യപൂർണോപ്യസ്യോത്സേകം ശമയിതുമനാ ദൈത്യവംശം പ്രശംസൻ. ഭൂമിം പാദത്രയപരിമിതാം പ്രാർത്ഥയാമാസിഥ ത്വം സർവം ദേഹീതി തു നിഗദിതേ കസ്യ ഹാസ്യം ന വാസ്യാൽ. വിശ്വേശം മാം ത്രിപദമിഹ കിം യാചസേ ബാലിശസ്ത്വം സർവാം ഭൂമിം വൃണു കിമമുനേത്യാലവത്വാം സദൃപ്യൻ. യസ്മാദർപ്പാത്രിപദപരിപൂർത്യക്ഷമഃ ക്ഷേപവാദാൻ ബന്ധം ചാസാവഗമദതർഹോപി ഗാഠോപശാന്ത്यै. പാദത്രയ്യാ യദിനമുദിതോ വിഷ്ടപൈർനാപി തുഷ്യേദിത്യുക്തേസ്മിൻ വരദ ഭവതേ ധാതു കാമേധതോയം. ദൈത്യാചാര്യസ്തവ ഖലു പരീക്ഷാർത്ഥിന പ്രേരണാത്തം മാമാദേയം ഹരിരയമിതി വ്യക്തമേവാബഭാഷേ. യാചത്യേവം യതി സ ഭഗവാൻ പൂർണ്ണകാമോസ്മി സോഹം ദാസ്യാമ്യേവ സ്ഥിരമിതി വദൻ കാവ്യശബ്ദോപി ദൈത്യഃ. വിന്ധ്യാവല്യാ നിജദയിതയാ ദത്തപാദ്യായ തുഭ്യം ചിത്രം ചിത്രം സകലമപി സ പ്രാർപ്പയത്തോയപൂർവം. നിസ്സന്ദേഹം ദിതികുലപതൗ ത്വയ്യശേഷാർപ്പണം തദ്വ്യാതന്വാനേ മുമുചുഋഷയഃ സാമരാഃ പുഷ്പവർഷം. ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജാമുച്ചൈരുച്ചൈരവൃഥദവധീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം. ത്വത്പാദാഗ്രം നിജപദഗതം പുണ്ഡരീകോത്ഭവോऽസൗ കുണ്ഡീതോയൈരസിജത പുനാദ്യജ്ജലം വിശ്വലോകാൻ. ഹർഷോത്കർഷാത് സുബഹുനനൃതേ ഖേചരൈരുത്സവേസ്മിൻ ഭേരീം നിഘ്നൻ ഭുവനമജരജ്ജാംബവാൻ ഭക്തിശാലീ. താവദ്ദൈത്യാസ്ത്വനുമതിമൃതേ ഭർത്തുരാരബ്ധയുദ്ധാ ദേവോപേതൈർഭവദനുചരൈः സംഗതാ ഭംഗമാപൻ. കാലാത്മായം വസതി പുരതോ യദ്വശാത് പ്രാഗ്ജിതാ സ്മ യുത്കിം വോ യുദ്ധൈരിതി ബലിഗിരാ തേധ പാതാളമാപൂഃ. പാശൈർബദ്ധം പതകപതിനാ ദൈത്യമുച്ചൈരവാദീസ്താർത്തീകം ദിശ മമ പദം കിം ന വിശ്വേശ്വരോऽസി. പാദം മൂർധ്നി പ്രണയ ഭഗവന്നിത്യാകമ്പം വദന്തം പ്രഹ്ലാദസ്തം സ്വയമുപഗതോ മാനയന്നസ്തവിത്വാം. ദർപ്പോച്ഛിത്യൈ വിഹിതമഖിലം ദൈത്യസിദ്ധോऽസി പുണ്യൈർലോകസ്തേസ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത്. മത്സായൂജ്യം ഭജ ച പുനരിത്യന്വഗൃഹ്ണാ ബലിം തം വിപ്രൈ സന്താനിതമഖവര പാഹി വാതാലയേശ.
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദശകം 32 മത്സ്യാവതാര വർണ്ണനമാണ്. പുരാ ഹയഗ്രീവ മഹാസുരേണ ഷഷ്ഠാന്തരാന്തോദ്യതകാണ്ഡകൽപേ നിദ്രോന്മുഖബ്രഹ്മമുഖാധൃതേഷു വേദേഷ്വധിൽസക്കില മത്സ്യരൂപം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ 31 ദശകങ്ങൾ ഒന്നർത്ഥവിചാരം ചെയ്ത് സമർപ്പിക്കുവാനായി. ഇനിയും ഈ 30 നമുക്ക് നാരായണത്തിൽ ചില ദശകങ്ങൾ ചേർത്ത് വായിക്കണമെന്ന് പറയാറുണ്ട്. അതിലൊന്നാണ് 30ഉം 31ഉം. ഇതിനു മുൻപുള്ളത് നമ്മൾ കണ്ടതിൽ 24, 25 നരസിംഹാവതാരമൊക്കെ അങ്ങനെ ചേർത്ത് വായിക്കേണ്ടതാണ്. ഇതിൽ ഈ 30, 31 ദശകങ്ങൾ വായിക്കുന്നത് കൊണ്ടുള്ള ഫലപ്രാപ്തി നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു. ഒന്ന്, പാപനിർമാർജനം. നമ്മുടെ എല്ലാ പാപങ്ങളും അതോടെ നീങ്ങിക്കിട്ടുന്നു. നമുക്കറിയാം, മഹാബലിയുടെ ഉള്ളിലുണ്ടായ അസുര ചിന്ത പോലും ഒരു പാപമാണ്. അതായത് താൻ ലോകത്തിൻ്റെ മുഴുവൻ ഈശ്വരനാണെന്നുള്ള ആ ചിന്ത പോലും പാപമാണ്. ആ പാപങ്ങളെയൊക്കെ ഇല്ലാതെയാക്കുന്നു ഭഗവാൻ. കഴിഞ്ഞില്ല, ഒടുവിൽ മഹാബലിക്ക് കൊടുത്ത അനുഗ്രഹം, ആ മുക്തിപ്രാപ്തി തന്നെ ഭഗവാൻ ഭക്തർക്ക് നൽകുകയും ചെയ്യുന്നു. തൻ്റെ ഉള്ളിലെ എല്ലാ കളങ്കവും നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ അഹങ്കാരമൊക്കെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഭഗവാനോട് ചേരുക, ഭഗവാൻ തന്നോട് ചേർക്കുക എളുപ്പമാകുന്നു. അപ്പോൾ അതിലേക്കുള്ള വഴി തെളിക്കുവാൻ, നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെയൊക്കെ ഇല്ലാതെയാക്കുവാൻ, അബദ്ധ വിചാരങ്ങളെയൊക്കെ ഇല്ലാതെയാക്കുവാൻ, ഞാനെന്ന ഭാവമില്ലാതെയാക്കുവാൻ ഏറ്റവും ഉത്തമമാണ് 30ഉം 31ഉം. 31ാമത്തെ ദശകം വായിച്ചു നിർത്തുമ്പോൾ ഭഗവാൻ മഹാബലിക്ക് കൊടുത്ത ആ സായുജ്യ പ്രാപ്തി ഭഗവാൻ നമുക്കുമൊക്കെ നൽകുമെന്നാണ് ജ്ഞാനികൾ പറയാറുള്ളത്. വിവേകികളുടെ വാക്കുകളെ നമുക്ക് അതേപടി തന്നെ വിശ്വസിക്കാം. അവർ ഭഗവാനെ അറിഞ്ഞവരാണ്, അനുഭവിച്ചവരാണ്. അതുകൊണ്ട് ഭഗവാനോട് നമുക്കും അപേക്ഷിക്കാം, നമ്മുടെ ഉള്ളിലെ ഈ അഹങ്കാരത്തെ ഒക്കെ ഇല്ലാതെയാക്കി ഭഗവാനെ അവിടുന്ന് നമ്മുടെയൊക്കെ മനസ്സിന് ചിന്തകൾക്ക് കാവൽ നിൽക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്ന് ഭഗവാൻ പറയിപ്പിച്ച എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളട്ടെ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.